സുബിനെ നേരത്തെ തൊട്ട് അറിയാം. സുബിയും സെൻട്രസ് പഠിക്കുമ്പോൾ ഞാൻ മാരാസിലുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ഡീപ്പായിട്ടൊന്നുമില്ല. പിന്നെ സിനിമയിലെല്ലാം ഇടയ്ക്ക് കാണും. പിന്നെ ഇടയ്ക്ക് സിനിമയില ഗ്രൂപ്പിലൂടെ പ്രോഗ്രാമിന് പോകുമ്പോൾ കാണും, നിങ്ങളൊക്കെ ഉള്ള സമയത്ത്. പിന്നീട് ഈ കാനഡയോടുകൂടി കൂടുതൽ അറ്റാച്ചായി. കാനഡ അല്ല, ഞങ്ങൾ വിസ പ്രോസസ്സിങ്ങിന് പോകണ സമയമുണ്ടല്ലോ, അല്ല ബാംഗ്ലൂരാണ് കാനഡ. ബയോമെട്രിക്കിന് പോണ സമയത്ത് ഈ വിസ എല്ലാവരും കോവിഡ് കഴിഞ്ഞിട്ട് ആർക്കും വിസ കൊടുക്കണില്ല. പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടുന്ന് അങ്ങനെ ആരും പോയിട്ടില്ല. വിസ ഞങ്ങൾക്കാണ് കിട്ടുന്നത്. ഞാൻ, സാജൻ ചേട്ടൻ, ജാസി ഗിഫ്റ്റ്, അനൂപ് കോള, അങ്ങനെ ഒരു വലിയൊരു ബാച്ചാണ്. വേറെ പല പ്രമുഖന്മാർക്കും വിസ റിജക്റ്റ് ആയി. കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യം കേരളത്തിൽ നിന്ന് പോകുന്ന ട്രിപ്പ് രാഹുൽ കൊണ്ടുപോകുന്ന ട്രിപ്പാണ്. അതാണ്. അതെ, അതിനാണ് ഞാൻ അവിടെ പോയി. അപ്പോൾ ആദ്യം ഞങ്ങൾ ബയോമെട്രിക് കഴിഞ്ഞ് വന്നു. അതിനുശേഷം ഞാൻ വീണ്ടും വിസക്ക് പോയപ്പോൾ ഈ വിസ കിട്ടിയ ഇല്ലെന്നൊക്കെ വിളിച്ചാകെ ചോദിക്കുന്നത് സുബി മാത്രമാണ്. എന്തായി രാഹുലെ, നമുക്ക് നടക്കുമോ, പോക്ക് നടക്കുമോ? വേറെ പരിപാടികളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിലും. അപ്പോൾ ഇത് വിളിച്ചിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഒരു ബോണ്ടിങ് ഉണ്ടെന്ന്, എന്തോ ഒരു ഇതുണ്ടെന്ന്. സുബിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. നേരത്തെ നമ്മൾ പലതവണ അത് പറഞ്ഞു. ബാക്കിയുള്ളവർ വിട്ടാലും സുബി എല്ലാവരും കെയർ ചെയ്യുന്ന ഒരാളാണ്.